പാറ്റേൺ വെട്ടിയതൊക്കെ ഞാൻ ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ക്രോസ് ഭാഗം ഇങ്ങനെയാണ് വെക്കേണ്ടത്. അതായത് ഈ ഒരു കോർണറിൽ നിന്ന് വേണം നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വെക്കാൻ. ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അതായത് ഈ ഒരു മിഡിൽ പോർഷനിലേക്ക് ഇത് കസവ് വരുമ്പോൾ നമുക്കത് പ്രശ്നം വരുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് വേണമെങ്കിലും വെക്കാം, ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. കണ്ടോ, ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ കറക്റ്റ് എങ്കിൽ മാത്രമാണ് നമുക്കിത് ക്രോസ് കട്ട് ബ്ലൗസ് ആയിട്ട് കിട്ടുള്ളൂ. കണ്ടല്ലോ, ഇതേപോലെ വെക്കുക, നമ്മൾ ഇതേപോലെ പ്ലേസ് ചെയ്യുക. ഇത് നിങ്ങളിപ്പോൾ നോർമൽ ബ്ലൗസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ പാറ്റേൺ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. കണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ചാൽ മതി. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ബ്ലൗസ് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് ക്രോസ് കട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ, അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വെട്ടുന്നതിൻ്റെ പ്രത്യേകത. നമുക്ക് തുണി എവിടെയാണ് ലാഭിക്കാൻ പറ്റുക എന്നുള്ളതും അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് പറ്റുക എന്നുള്ളതും ഈ പാറ്റേൺ വെട്ടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ പാറ്റേൺ ക്രോസ് കട്ട് ബ്ലൗസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു കോർണർ കണ്ടല്ലോ, ഈ ഒരു കോർണർ അല്ലെങ്കിൽ ഈ ഒരു കോർണർ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരിക്കണം എന്ന് മാത്രം. ഓരോ പോർഷനും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മളിത് പ്ലേസ് ചെയ്യുക. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു കസവ് വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫ്രണ്ട് പോർഷൻ കവർ ചെയ്തിട്ടല്ലേ ഈ കസവ് വരുന്നത്. ഈ കസവ് ഇല്ലാത്ത മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതേപോലെ വെച്ചിട്ടായാലും ഇങ്ങനെ വെച്ചിട്ടായാലും ഒക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ കസവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോർണറാണ് ഇതിൻ്റെ കറക്റ്റ് ക്രോസ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ക്രോസ് കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ വലിയുന്ന ഭാഗം വരുന്നത് എവിടെയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ക്രോസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. തുണി എവിടെയാണ് വലിയുന്നത് അങ്ങനെയുള്ള ഗ്രെയിനിലാണ് നമ്മളിത് വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പിൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. പിൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് ഇവിടെയുള്ള മാർക്കിങ്ങുകൾ വരണ്ടേ നമ്മളെ ഡ്രസ്സിലേക്ക്. അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെങ്കിൽ ഇതേപോലെ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇവിടെ നോച്ചിട്ട് കൊടുക്കുക. ഈ ഭാഗത്ത് സെൻട്രലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. കാരണം ഇവിടെയൊക്കെ നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാനാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ആം ഹോളിൻ്റെ ഭാഗം ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഈ പോർഷനിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യുക. അപ്പം ഇവിടെയൊക്കെ നമ്മളെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചീത്ത വശത്ത് നമ്മളെ ഫ്രണ്ട് എവിടെയാണ് വരുന്നതെങ്കിൽ അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഓരോ നോച്ചസും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെയും ഹോളുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെയും മാർക്ക് ചെയ്തു. കണ്ടല്ലോ, ഇവിടേക്ക് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. തുണിയിലേക്ക് ഡയറക്റ്റ് ചെയ്യണവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വര സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ 4 ഇഞ്ചിൽ ഡാർട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇപ്പുറത്തെ വശത്തേക്ക് പതിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഭാഗം വെക്കുക.
കൊടുക്കുക. അപ്പോൾ അത് ഇവിടേക്കും പതിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വക കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ചെറിയ പീസസൊക്കെ നമുക്കിനി നെക്ക് അടിക്കുമ്പോഴൊക്കെ അവിടെ ബയാസ് സ്ട്രിപ്പായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ചെറിയ പീസുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെക്കാം നമുക്ക്. ഇത് ബയാസ് സ്ട്രിപ്പാണ്. ഇത് ഇങ്ങനെ കോർണറിലേക്കല്ലേ അത് പോകുന്നത്. അപ്പോൾ ഇത് ബയാസിൽ കട്ട് ചെയ്തിട്ട് ഈ ഭാഗങ്ങളാണ് ഇനി നമുക്ക് കഴുത്ത് അടിച്ചു മറിക്കാനൊക്കെ വേണ്ടത്. ഇങ്ങനെ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം കുഴിച്ചു വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ആ കുഴിച്ചു വെട്ടിയ ഭാഗം ഒന്ന് വെച്ചിട്ട് രണ്ട് ഭാഗങ്ങളും ഒരേപോലെ ചേർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ റോങ് സൈഡ് ആണ് ഒരുമിച്ച് വെച്ചിട്ടില്ലെങ്കിൽ റോങ് സൈഡ് ഇതേപോലെ വെക്കുക. കണ്ടല്ലോ, ഇങ്ങനെ രണ്ട് ഭാഗം റോങ് സൈഡ് ആയിരിക്കണം. നല്ല സൈഡാണ് ഇപ്പോൾ നമ്മൾ നല്ല വശങ്ങളെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് റോങ് സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൈയിൻ്റെ ഹോള് കുഴിച്ചു വെട്ടുന്ന ഭാഗം നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിൻ ചെയ്യാനൊന്നും മറക്കരുത്. ഒന്ന് കയറി ഇറങ്ങി പോകാനൊന്നും പാടില്ല കേട്ടോ. ഒന്ന് നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫ്രണ്ട് ഭാഗം അറിയാൻ വേണ്ടിയിട്ട് നോച്ചിട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് അവിടെയും ഒന്ന് നോച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പട്ട, അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് വെക്കാനുള്ള ബയാസ് സ്ട്രിപ്പ്, ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആദ്യം ബയാസ് സ്ട്രിപ്പ് ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടാവില്ലേ. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളും ഈ രണ്ട് ഇങ്ങനെ വരുന്ന ഈ ചെറിഞ്ഞ ഭാഗങ്ങളെ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. ഈ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് ഇവിടെ ജോയിൻ ആയിട്ട് വരുന്നത് അല്ലേ. ആ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെരിഞ്ഞിട്ടാവും ഇരിക്കുന്നുണ്ടാവുക, നമ്മൾ കട്ട് ചെയ്ത പോലെ. അപ്പൊ ആ ഭാഗത്തേക്ക് സൂട്ടായിട്ടുള്ള ഒരു പീസ് എടുക്കുക, ഇതേപോലെ വെച്ചു കൊടുക്കുക. അതായത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇത് ഇങ്ങനെ വരുന്ന ആ പീസിനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മറിച്ച് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് അടുത്ത പീസ് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെയാണ് ഇത് നോക്കി ചെയ്യുക, എങ്കിൽ മാത്രമേ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ അധികമായിട്ട് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബയാസ് സ്ട്രിപ്പ് നമ്മൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഈ ഒരു പട്ടയാണ് അല്ലേ. ഈ പട്ടേനെ നമ്മൾ ഇത് സെയിം കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെയിം കളർ തന്നെ വെച്ചിട്ട് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ബ്ലൂ കളറാണ് ഉള്ളത്. ഇത് രണ്ട് സൈഡിലും ഈ ഒരു കളർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ബ്ലൂ കളർ വലിയ കുഴപ്പമില്ലാതെ കാണില്ല അങ്ങനെ പുറത്തേക്കൊന്നും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് വെച്ചിട്ട് ബ്ലൂ കളറാണ് ഉള്ളിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ ലൈനിങ് പോർഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് വരേണ്ടതെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഞാനിത് ഒറ്റ പീസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ രണ്ട് പോർഷനും മേലെ ഇങ്ങനെ വെക്കുക, താഴെ ലൈനിങ് വെക്കുക കേട്ടോ. ഇത് ഒറ്റ പോർഷനിൽ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ അടിച്ചു മറിക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇതുപോലെ കിട്ടണമെന്നില്ല, തുണിയുടെ വീതിക്ക് ഒക്കെ അനുസരിച്ച് നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇതേപോലെ നോക്കി വെക്കണം നിങ്ങൾ. അപ്പൊ എനിക്ക് ഇതാണ് താഴേക്ക് വരേണ്ടത്. അപ്പൊ ഞാൻ രണ്ട് നല്ല പീസുകളെ മുകളിലേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. അത് ഞാൻ ഷേപ്പിൽ വെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. താഴത്തെ പോർഷൻ ഷേപ്പിൽ വെട്ടിയിട്ടൊന്നുമില്ല. ഇത് രണ്ടും ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ തല തിരിഞ്ഞു പോകുമോ എന്നുള്ള പേടി വേണ്ട. രണ്ടും ഒരേ പോർഷനിലേക്ക് വരില്ലേ എന്നുള്ള പേടി വേണ്ട. ഇങ്ങനെ സ്ട്രൈറ്റ് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചില സിറ്റുവേഷനിൽ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. അതേപോലെ
ഇനി ഈ ഭാഗത്തിന്, അതായത് ഈ പോർഷനാണ് എനിക്ക് മേലേക്ക് കിട്ടുക. അപ്പോൾ ഈ പോർഷനാണ് മേലേക്ക് കിട്ടേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ നിങ്ങൾ ഈ ഭാഗത്തിനെ അടിച്ചു വെച്ചിട്ട് ഇവിടേക്ക് താഴേക്ക് ഇവിടെ അങ്ങനെ പ്രസ് സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഭാഗമാണ് നല്ല വശം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ മടക്കിയാലും മതി. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഈ രണ്ടിനും ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പൊ ഈ ഭാഗമാണ് നമ്മൾ നല്ല വശത്തേക്ക് വരേണ്ടത്. അതിനിങ്ങനെ മറിച്ച് വയ്ക്കുക. കണ്ടല്ലോ, ഇങ്ങനെ മറിച്ച് വയ്ക്കുക. അപ്പൊ ഈ ഒരു പോർഷനിൽ ബാക്ക് വന്നു, ഈ പോർഷനിൽ ഫ്രണ്ടും വന്നു. എന്നിട്ട് ഇതിനെ ഇതേപോലെ ലൈനിങ് ചേർത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റിച്ചിനെ വലുതാക്കിയിട്ട് വലിയ സ്റ്റിച്ചിലൊന്ന് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം ഫസ്റ്റ്. എന്നിട്ട് ആ ലൈനിങ്ങിനോടൊന്ന് ചേർത്ത് വെച്ചാൽ മതി. അഴിച്ചു കളയേണ്ട സ്റ്റിച്ചാണ് കേട്ടോ അത്. ഇനി സ്റ്റിച്ചിനെ അടുത്തേക്കാക്കാം. എന്നിട്ട് ഇതേപോലെ രണ്ട് തുണികളെയും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു പോവാണേ. ഇത് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഷേപ്പിൽ വെട്ടണമെങ്കിൽ ഷേപ്പിൽ വെട്ടാം. പിന്നെ വെറുതെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കണമെന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് അടിച്ചു വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു പീസിന്റെ അതേ ലെവലിലായിരിക്കണം നമ്മൾ താഴത്തെ പീസ് കട്ട് ചെയ്യേണ്ടത്. മുകളിലത്തെ പീസിന്റെ അതേ ലെവലിലായിരിക്കണം കേട്ടോ. അപ്പൊ താഴെ ഇതുപോലെ കൂടിയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഉള്ളിലത്തെ കളർ ഏത് തന്നെയായാലും കുഴപ്പമില്ല. പക്ഷെ ട്രാൻസ്പെറന്റ് തുണിയാണെന്ന് വെച്ചാൽ സെയിം കളർ തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. രണ്ടും കണ്ടില്ലേ, ഒരേ ലെവലിൽ തന്നെ വന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടുത്തെ സെന്റർ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കാരണം ഇത് രണ്ട് സൈഡിലേക്ക് വേണ്ടതല്ലേ, ഇത് രണ്ട് സൈഡിലേക്ക് പോകേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെന്റർ കട്ട് ചെയ്യും. ഒരുമിച്ചായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞു. രണ്ട് പീസിലും രണ്ട് ഭാഗത്തും പച്ച തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡാർട്ട് പ്ലേസ് ചെയ്യാം. ഡാർട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിലേക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഡാർട്ട് ഞാൻ ആദ്യം ഇടുകയാണ് കേട്ടോ. ആദ്യത്തെ ഡാർട്ട് 1.5 ഇഞ്ചിലാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിടുക. എന്നിട്ട് ഇങ്ങനെ രണ്ട് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം. താഴത്തെ ഡാർട്ട് ആയിരിക്കണം ആദ്യം ഇടേണ്ടത് കേട്ടോ നമ്മൾ. എന്നിട്ട് ഇവിടെയാണ് നമ്മളെ പോയിന്റ് അല്ലേ. ആ പോയിന്റിലേക്ക് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത്ര നീളം നമ്മൾ കൂടുതലിടുക. അല്ല, ഇത് പറ്റേ വെട്ടിക്കളയാൻ പാടില്ല. കുറച്ചെങ്കിലും നീളം നമ്മൾ ഇതുവരെ കൂടുതലിടണം കേട്ടോ. ഇനി അടുത്തത് സെന്ററിലെ ഡാർട്ട്, ഈ ഒരു ഡാർട്ടാണ്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഈ മാർക്കിങ് എവിടെയാണ് ചെയ്തെങ്കിൽ അവിടേക്ക് കറക്റ്റ് വെച്ചിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് അളവിൽ നമ്മൾ അടിച്ചു പോവാണ്. മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പൊ അവിടെ നിന്ന് വലുതാക്കി തുടങ്ങിയിട്ട് ഇവിടെ ഈ ഒരു എൻഡ് പോർഷൻ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വെക്കണം. കണ്ടല്ലോ, ഇങ്ങനെ തിന്നായിട്ട് കൊണ്ടുവരണം കേട്ടോ. ഡാർട്ട് വരുന്ന കണ്ടില്ലേ, ഇതേപോലെ തിന്നായിട്ട് വേണം. ഇവിടെ നിന്ന് നമ്മൾ വീതി കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ വരുമ്പോൾ വളരെ തിന്നായിട്ട് ഇങ്ങനെ അടിച്ചു പോരണം കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലെ ഇവിടെ ഇതുപോലെ തന്നെ വന്നു. ഇങ്ങോട്ട് വരുമ്പോൾ വളരെ തിന്നായിട്ട്. ഇത് ഒരുപാട് ഇങ്ങനെ വീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. സ്ട്രെയിറ്റ് ഇവിടെ നിന്ന് തന്നെ അടിച്ചു പോരെ. നമ്മുടെ ആം ഹോൾ ഡാർട്ടും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ വീതിയിട്ടുണ്ടായിരുന്നത് 1/4 ഇഞ്ച് ഒരു പോയിന്റ് അല്ലേ. അപ്പൊ 1/4 ഇഞ്ച് ഒരു പോയിന്റ് അടിക്കണമെങ്കിൽ അതുപോലെ അടിക്കുക. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ഇഞ്ചിൽ തന്നെ അടിക്കുക.
എന്നിട്ട് നമ്മളുടെ പോയിന്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് ഇവിടെയാണ് പോയിന്റ് വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇവിടെ തിന്നായിട്ട് വരണം കേട്ടോ. ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലുതായിട്ട് വന്നാലും ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റ് പോർഷൻ നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ ഈ ഭാഗത്തേക്കാണ് നമ്മളെ കസവ് വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പോർഷനും ഇടത്തെ ഭാഗവും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം അടിച്ചതിന് ശേഷം ഫ്രണ്ടിലത്തെ ഡാർട്ട് ഉണ്ടല്ലോ, ഈ നെക്കിന്റെ താഴെ വരുന്ന ഡാർട്ട് ഒന്ന് കറക്റ്റ് ലെവലല്ലേ നോക്കുക കേട്ടോ. അതല്ലാന്ന് വെച്ച് ബസ്റ്റിന്റെ ഭാഗം ഇത് ഒന്ന് കയറി ഇറങ്ങിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെയോ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതൊന്ന് അഴിച്ചടിക്കണം. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്യണം കേട്ടോ എപ്പോഴും. ഇനി നമ്മൾക്ക് വേണ്ടത് താഴത്തെ ഈ ഭാഗം അറ്റാച്ച് ചെയ്യാണ്. കണ്ടല്ലോ, ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ പോർഷൻ, അതായത് നമ്മൾ താഴെ ഭാഗത്ത് നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗം നമുക്ക് താഴേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ വേണം വെക്കാനായിട്ട്. ഇതിലിപ്പോ ഏത് ഭാഗമാണ് നമ്മൾ വെട്ടിയെടുത്തതെന്ന് നമുക്കറിയാലോ. ഇതാണ് സെന്റർ പോർഷൻ. അപ്പൊ ഈ ഭാഗം ഇങ്ങനെ ചേർന്ന് വരുന്ന രീതിയിൽ അടിച്ചെടുക്കുകയാണ് ഫസ്റ്റ്. അപ്പൊ ഇങ്ങനെ വെക്കുക. ഉണ്ടല്ലോ, നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ അടിച്ചു പോവാണ് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് അടിച്ചു പോവാണ്. ഈ ഒരു പോർഷൻ ചിലപ്പോൾ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആ പോർഷന്റെ ഈ നമ്മുടെ ബ്ലൗസിന്റെ പോർഷനും ചേർന്ന് വരുന്ന ഭാഗം വന്നിട്ട് അടിച്ചു പോവാണ്. ഇനി എത്രയാണ് സീം അലവൻസ് ഇട്ടിട്ടുള്ളെങ്കിൽ അത്ര തന്നെ സീം അലവൻസിൽ അടിച്ചു പോവാണ്. അപ്പൊ അടിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഡാർട്ടിന്റെ ഈ ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ മേലെ അടി വരാതെ നമുക്കത് ചെയ്യാം. അതല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ അത് ഫുള്ളായിട്ട് അടിച്ചു വരുമ്പോൾ അത് ഫ്രണ്ട് പോർഷൻ അത് നീറ്റ് ആയിട്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. കണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ മടക്കിയിട്ട് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ രണ്ട് സൈഡും ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ പിടിച്ച് ഉണർന്ന് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ, ഇതിപ്പോ കൂടുതലോ കുറവൊന്നും വന്നിട്ടില്ല, കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ ഹുക്ക് വയ്ക്കാനുള്ള പോർഷൻ ഇവിടെയാണ് വെച്ച് കൊടുക്കുക. അപ്പൊ ഈ ഹുക്ക് വയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഹുക്ക് വയ്ക്കുന്ന ഭാഗത്തേക്ക് 1.5 ഇഞ്ച് വീതിയുള്ള ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഐ വെക്കുന്നിടത്തേക്ക് 2.5 ഇഞ്ച് വീതിയുള്ള ബാൻഡ് എടുക്കണം. ഇതൊന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല വശങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ അടിച്ചെടുക്കുകയാണ്. നല്ല വശമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്താണ് ഹുക്ക് വെക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. 1/4 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗം ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി വെക്കുക. താഴെ ഭാഗം ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് 1/4 ഇഞ്ചിൽ ഞാൻ അടിച്ചു പോരുകയാണ് കേട്ടോ. ഇവിടെ ഒന്ന് കെട്ടിട്ടിട്ട് ഇനി നമ്മൾ ആ വെച്ച പീസിന്റെ മേലെയായിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് പതിച്ചടിക്കുകയാണ്. ഇനി അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കാനുള്ളതാണ് കേട്ടോ. ടോപ്പ് സ്റ്റിച്ച് അടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളത് ഉള്ളിലേക്ക് മടക്കുമ്പോൾ അത് വൃത്തിക്ക് മടങ്ങില്ല. അതുകൊണ്ടാണ് ആ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ആ തുണിയിലാക്കിയിട്ട് നമ്മൾ ആ ബാൻഡ് വെക്കുന്ന ഭാഗത്ത് നമ്മൾ ആ തുണിയുമേ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിനെ മടക്കി നമ്മളിനി അത് പിന്നിലേക്ക് വെച്ചിട്ട് അവിടെ നിന്നാട് അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കിൽ നിന്നാണ് അടിക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗം ബാക്കിലേക്ക് വെച്ചു. ആദ്യം ഒരു മടക്ക് മടക്കുക, എന്നിട്ട് അതിനെ ഫുള്ളായിട്ട് തിരിച്ചതിനുള്ളിലേക്ക് തന്നെ വീണ്ടും മടക്കി വെക്കുകയാണ്. അപ്പോഴാണ് ആ ഭാഗത്തിന് കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ 1.5 ഇഞ്ച് പട്ടയാണ് നമ്മൾ അവിടെ എടുത്തിട്ടുള്ളത്.
അത് ഫുള്ളായിട്ട് നമ്മളത് മടക്കി ഇനി ആ താഴെ നിന്ന് ആ സൈഡിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാണ്. കാണുന്നില്ലേ? അവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. നീറ്റായിരിക്കണം എപ്പോഴും സ്റ്റിച്ചിങ്. കറക്റ്റായിട്ട് തന്നെ മടക്കുക. അങ്ങനെ ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കൊക്കെ അപ്പോൾ കട്ട് ചെയ്ത് മാറ്റണം. ഇനി അവിടെ ഒന്ന് ലോക്ക് ചെയ്യാം കേട്ടോ. ലോക്കിംഗ് മെഷീൻ വാങ്ങിക്കുകയായിരിക്കും നല്ലത് നമ്മൾക്ക് എപ്പോഴും. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന തുണികളൊക്കെ പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ ലോക്ക് മെഷീൻ നമ്മളെ സ്വന്തം അടിക്കാനാണെങ്കിലും ലോക്ക് മെഷീൻ നല്ലതാണ്. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലെ വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കുകയാണ്. അതും ഇതുപോലെ തന്നെ മേലെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഞാൻ പിടിപ്പിക്കുന്നത്. രണ്ട് സൈഡ് രണ്ട് രീതിയിലാണ് നമുക്ക് അടിക്കേണ്ടി വരിക കേട്ടോ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യം തന്നെ കെട്ടിട്ടിട്ട് അടിക്കുക. പിന്നെ നമ്മൾ താഴെയുള്ള നമ്മുടെ ഡാർട്ടിൻ്റെ ആ വിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം മടക്കി വെക്കണം. അതും ഇതുപോലെ തന്നെ ഉള്ളിൽ നിന്നിങ്ങനെ ചെരിച്ച് മടക്കുക. മടക്കിയിട്ട് നമ്മൾ രണ്ട് സീമുകളും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് പോവാണ്. ഏറ്റക്കുറച്ചിലുകളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കോളൂ കേട്ടോ. ആ ഒരു ബാൻഡ് കഴിഞ്ഞതിന് ശേഷം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർട്ട് അത് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടില്ല എങ്കിലും ഇതുപോലെ തന്നെ കുറച്ചൊന്ന് കയറി ഇറങ്ങിയിട്ടൊക്കെ വരും. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആവും. ഇപ്പം നമ്മൾ 1.5 ഇഞ്ചിൽ തന്നെ ഡാർട്ട് പിടിച്ചില്ല എങ്കിൽ അത് കറക്റ്റ് ആവും. ഇപ്പം കണ്ടില്ല, ആ ഡാർട്ട് അങ്ങനെ മടക്കി വെച്ചതുകൊണ്ട് തന്നെ നീറ്റായിട്ട് വന്നത് ഫ്രണ്ടിലേക്ക്. അതുപോലെ തന്നെ ലോക്ക് ചെയ്തെടുത്തു എല്ലാം. ഇനി നമ്മൾക്ക് ഐ പിടിപ്പിക്കാനുള്ള, അതായത് വി ഷേപ്പിൽ അടിക്കാനുള്ള ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2.5 ഇഞ്ചിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് താഴെ ഭാഗത്ത് നല്ല ഭാഗം പ്ലേസ് ചെയ്തിട്ട് നമ്മൾ റോങ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ താഴെ വരുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഈ നല്ല വശത്തേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത്. നല്ല വശത്തേക്ക് മറിക്കുന്നതിനേക്കാളും മുന്നേ ഇതുപോലെ തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് ആ ഒരു പീസിന് കൊടുക്കുക. അപ്പോഴാണ് നീറ്റായിട്ട് മറിഞ്ഞ് വരുള്ളൂ. അതുപോലെ തന്നെ സീം അലവൻസുകളൊക്കെ നമ്മളുടെ ഒരേ ദിശയിലേക്ക് തന്നെ ആവണം കേട്ടോ. അപ്പോൾ നമ്മളെ വേസ്റ്റ് ബാൻഡ് പിടിപ്പിച്ച ആ ഭാഗം കണ്ടില്ലേ, ആ കറക്റ്റ് നേരെ തന്നെ വരുന്ന രീതിയിൽ വെക്കണം. അത് താഴേക്കോ മേലേക്കൊന്നും കയറിയിട്ട് പോകാൻ പാടില്ല. ഇനി ഫസ്റ്റ് ഒരു 1/2 ഇഞ്ചിൽ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു പീസിന് 1/2 ഇഞ്ചിൽ ആദ്യം അടിച്ചു. എന്നിട്ട് പിന്നെ അതൊന്ന് മടക്കിയിട്ട് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെച്ച് പതിച്ചടിക്കുകയാണ്. അവിടെ വി ഷേപ്പ് ആ സമയത്ത് തന്നെ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. ഇനി രണ്ട് നല്ല വശങ്ങളെയും ചേർത്ത് വെച്ചിട്ട് ബാക്കിലത്തെ പോർഷൻ ആ ഭാഗത്തേക്ക്, അതായത് നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെക്കുകയാണ് കേട്ടോ. ഇനി ഷോൾഡർ അടിച്ചു കൊടുക്കുക. ഷോൾഡറിൽ നമ്മൾ 1/2 ഇഞ്ചും ഒരു പോയിന്റും കൂടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കഴുത്ത് ഇങ്ങനെ മലച്ച് വരുന്ന ഭാഗം അത് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ അടിച്ച് വരുന്ന ഭാഗത്ത് ഇനി ഏറ്റക്കുറച്ചിലുണ്ട് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലും ഒരു ചെറുതായിട്ടൊരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ഷോൾഡറും ഇതുപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തു. ഈ ഒരു ഭാഗത്ത് കുറച്ച് എനിക്ക് ഷോൾഡറിൻ്റെ ഭാഗം കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അതായത് രണ്ട് ഷോൾഡറിൻ്റെയും ഭാഗത്തുള്ളൊരു എഡ്ജ് വരില്ലേ, ആ ഭാഗം ഒന്ന് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ, ആ സൈഡിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാൻഡ് വെച്ചതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഭാഗം ബാക്കും ഫ്രണ്ടും നമ്മളിങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് കൂടുതൽ ഇവിടെ കറക്റ്റായിട്ടാണ് വരുന്നതെങ്കിൽ, ഇങ്ങനെ കറക്റ്റായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗത്തൊന്ന് കയറ്റി അടിച്ചു കൊടുക്കുക. കാരണം ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ സീം അലവൻസ് വേണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പട്ട കൂടുതൽ ഇട്ടിട്ടാണ് വെട്ടിയിട്ടുള്ളതെങ്കിൽ നമ്മൾ കറക്റ്റ് സീം അലവൻസ് കൊടുത്തില്ല എങ്കിൽ അവിടെ നമുക്ക് കുറവേ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും ഒരേ ലെവലിൽ തന്നെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോർഷനിൽ പട്ട മാത്രം, ഈ പട്ടയുടെ ഈ ഭാഗം ഒന്ന് കുറച്ചൊന്ന് കയറ്റി അടിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്
ലെവൽ ചെയ്യുക. അര ഇഞ്ചിൽ തന്നെ ആക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ ബാക്കിൻ്റെ പോർഷൻ ഒന്ന് ഇതേപോലൊരു പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല വശത്ത് വെക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് മറിക്കുക. അര ഇഞ്ചല്ലേ നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ അര ഇഞ്ച്, അത് രണ്ട് സൈഡും കറക്റ്റ് അര ഇഞ്ച് ഇല്ലേന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അടിക്കുന്നേക്കാളും മുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വരില്ല. ഞാനിവിടെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇത് ഈ ഭാഗം അര ഇഞ്ചിൽ തന്നെ അടിച്ചു പോവുക കേട്ടോ. ഇപ്പൊ 1/4 ഇഞ്ചാണ് നിങ്ങൾ സീം അലവൻസ് കൊടുത്തിട്ടുള്ളെങ്കിൽ 1/4 ഇഞ്ചിൽ അടിച്ചു പോവുക, അല്ലെങ്കിൽ അര ഇഞ്ചിൽ അടിച്ചു പോവുക. സീം അലവൻസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അടിച്ച് തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നീളം ഒക്കെ കൂടിയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ ഒന്ന് പതിച്ചടിക്കുക, ഇവിടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ചിലര് ഈ ഭാഗം തന്നെ കൂടുതലിട്ടിട്ട് അടിച്ച് ഇതേപോലെ മടക്കി അടിക്കണവരുണ്ട്. കൂടുതലിട്ടിട്ട് 1.5 ഇഞ്ച് കൂടുതൽ ആ ബോഡി പാർട്ടിൽ തന്നെ ഇട്ടിട്ട് മടക്കി അടിക്കണവരുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബാക്ക് പോർഷൻ പൊന്തി നിൽക്കാതെ നല്ല കറക്റ്റ് ഫിറ്റിൽ തന്നെ അത് ഇരിക്കും. ബാക്ക് പോർഷൻ പൊന്തി നിൽക്കില്ല. ചിലരുടെ ബാക്ക് പോർഷൻ കണ്ടിട്ടില്ല, ആ ഒരു പുറത്തിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ പൊന്തിയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല, കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ഇങ്ങനെ ഒരു പീസ് വെച്ചടിക്കുമ്പോൾ ഇത് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കേണ്ട പോർഷനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ചിന്റെ വലുപ്പം ഒന്ന് കൂട്ടിയിട്ട് അതൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ ഒരു ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേണ്ടത് നെക്കിന്റെ പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്കിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വയ സ്ട്രിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്ക് പോർഷൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെയായിട്ട് നിങ്ങൾ ഈ ഓരോ ഭാഗം അടിച്ചു കഴിഞ്ഞാലും ഇതേപോലെ കറക്റ്റായി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കണ്ടല്ലോ, ഈ ഒരു പോർഷൻ കറക്റ്റ് ആവണം, അതുപോലെ തന്നെ ഈ ഡാർട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആവണം, അതുപോലെ തന്നെ നെക്കും കറക്റ്റ് തന്നെ വരണം. ഇത് കയറി ഇറങ്ങിയിട്ടൊന്നും നിൽക്കാൻ പാടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് പ്രൊപ്പോർഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചിലപ്പോ ഈ കഴുത്ത് ഇങ്ങനെ മേലേക്ക് കയറി നിൽക്കുന്നുണ്ടാവും ഈ ഒരു പോർഷൻ. അപ്പൊ അതൊന്ന് ലെവൽ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം, കയറി നിൽക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ നെക്ക് വി ഷേപ്പ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്തില്ലെങ്കിൽ നെക്കിന് ചില പോർഷൻ റൗണ്ട് നെക്ക് ആണെങ്കിലും വി പോലെ വരുന്നത് കാണാം. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒപ്പം വെച്ചിട്ട് നോക്കിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ കൂടുതൽ അടുത്ത പോലെ തോന്നും. അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ വി പോലെ നെക്ക് വരുന്നത് ഒഴിവാക്കാം. അപ്പൊ അതിന് ശേഷമാണ് ഇനി നമ്മൾ നെക്കിന്റെ പോർഷൻ ഇതേപോലെ ബയാ സ്ട്രിപ്പ് വെച്ചിട്ട് അടിക്കുന്നത്. അപ്പം ബയാ സ്ട്രിപ്പ് എല്ലാം നമ്മൾ ആദ്യം തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വരുന്ന ഒരു കോൺ ഭാഗം ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. ബയാ സ്ട്രിപ്പ് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതേപോലെ ഒന്ന് കയറ്റി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു പ്രഷർ ഫുട്ടിന്റെ വീതിയിൽ കറക്റ്റ് ആയിട്ട് തന്നെ അടിച്ചു പോരാണ് കേട്ടോ. ഒരു പ്രഷർ ഫുട്ടിന്റെ വീതിയാണ് നമുക്ക് നെക്കിന് വേണ്ടോ. അതിലും കൂടുതലായിട്ട് 1/2 ഇഞ്ചൊന്നും വെച്ച് കൊടുക്കരുത്, നെക്ക് കറക്റ്റ് ആയിട്ട് വരില്ല. ആ ഒരു പ്രഷർ ഫുട്ടിന്റെ വീതിയിൽ മാത്രം നമ്മൾ ഈ നെക്ക് അതുപോലെ തന്നെ വെച്ചിട്ട് ബയാ സ്ട്രിപ്പ് വെച്ച് അടുപ്പിച്ച് വെച്ചിട്ട് പോരുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബാക്ക് പോർഷൻ ഇതേപോലെ ഇങ്ങോട്ട് വെച്ചിരിക്കണം കേട്ടോ. ഈ ബയാസ് വെച്ചടിക്കുമ്പോൾ ബാക്കിലെ നമ്മൾ ഷോൾഡർ പോർഷൻ ഉണ്ടല്ലോ, ആ ഷോൾഡർ പോർഷന്റെ സീം അലവൻസ് ബാക്കിലേക്ക് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാണ് കേട്ടോ. ഇതേപോലെ തന്നെ ഒരു പ്രഷർ ഫുട്ടിന്റെ വീതിയിൽ നമ്മൾ അടിച്ചു പോകുന്നുണ്ട്.
ഇനി ഇവിടെ നെക്ക് അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ലിറ്റുകൾ കൊടുക്കുകയാണ്. ഈ കർവായിട്ട് നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ സ്ലിറ്റ് കൊടുക്കുക. സ്ലിറ്റ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഇത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വെക്കുമ്പോൾ അത് നീറ്റായിട്ട് വരാനാണ് സ്ലിറ്റ് കൊടുക്കുന്നത്. ഈ കർവായിട്ട്, അതായത് ഇങ്ങനെ കർവായിട്ട് വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നന്നായിട്ട് സ്ലിറ്റ് കൊടുക്കുക. നേരെയുള്ള ഭാഗത്ത് കൊടുത്തില്ലെങ്കിലും ഈ കർവ് ഇങ്ങനെ വരുന്നില്ല, കണ്ടോ? ഈ കർവ് വരുന്ന ഭാഗത്തെല്ലാം അടുത്തടുത്ത് തന്നെ സ്ലിറ്റുകൾ കൊടുക്കുക. എങ്കിലാണ് ആ നെക്ക് കറക്റ്റായിട്ട് തന്നെ നിൽക്കുള്ളൂ. ഇനി ഇവിടെ ഈ ഒരു യു ഷേപ്പ് വരുമ്പോൾ ഇവിടെ 2-4 സ്ഥലത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ ഇതേപോലെ ബാക്കിലത്തെ ഇതൊന്നും കയറി നിൽക്കരുത് കേട്ടോ അങ്ങോട്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു 4 സ്ലിറ്റ് ഇങ്ങനെ ഈ കർവിൻ്റെ ഒരു ഭാഗത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ഈ പോർഷൻ നമ്മൾ ഇങ്ങോട്ട് തള്ളി നിൽക്കണല്ലേ, ആ ഭാഗത്തിനൊന്ന് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടേക്ക് വെച്ച് പ്രസ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇവിടെ കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തായിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് അപ്പൊ ഇതും നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ടി വരും. ആ 4 ഇഞ്ചിൽ, അതായത് നമ്മളൊരു പ്രഷർ ഫുട്ടിന്റെ വീതിയിലാണല്ലോ കഴുത്തടിച്ചത്, അപ്പൊ ആ ഒരു വീതിക്ക് തന്നെയാണ് ഇനി നമ്മൾ മടക്കി വെക്കുന്നുള്ളൂ കേട്ടോ. അത്രേ വേണ്ടൂ കഴുത്തിന്. ഇനി ഇവിടെ കൂടുതലായിട്ട് വരുന്ന ഭാഗത്തിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് കൊള്ളാനും പാടില്ല, അതും ശ്രദ്ധിക്കണം. എപ്പോഴും അത് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ കത്രികയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പാർട്ടിലേക്ക് കട്ടിങ് വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ചിലരൊക്കെ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വന്നിട്ട് ആ ഭാഗം വീണ്ടും മടക്കി അടിക്കണൊക്കെ കാണാറുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് കേട്ടോ അങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ വരിക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾക്കിവിടെ സ്ലീവ് അടിച്ചു കൊടുക്കാം. സ്ലീവ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഒരു 4 ഇഞ്ചിൽ ആദ്യം മടക്കി അടിക്കുക. ഇത് ലൈനിങ് ഉള്ളതാണെങ്കിൽ നമുക്ക് ലൈനിങ്ങിനോട് വെച്ച് ചേർത്ത് അടിക്കാവുന്നതാണ് കേട്ടോ. ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അടിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങോട്ടൊന്ന് മടക്കി വയ്ക്കുകയാണ്. ഇത്തരത്തിൽ മടക്കി വെച്ചിട്ട് വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. ചെറിയ കസവ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതും അതുപോലെ തന്നെ ഇനി നമ്മൾ ഇവിടുത്തെ സെന്റർ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് ഭാഗമാണ് നമ്മൾക്ക് ഇവിടെ ഫ്രണ്ടിലേക്ക് വരുന്നത് എന്ന് ആം ഹോൾ നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കുക. ആം ഹോളിന്റെ ഈ പോർഷൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കും ഈ പോർഷൻ റൈറ്റ് സൈഡിലേക്കും വരേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്. കണ്ടല്ലോ, ഈ നോച്ചിട്ട ഭാഗം നമ്മുടെ ആം ഹോളിന്റെ ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. കണ്ടല്ലോ, ഇവിടെയാണ് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുക ഏത് ഭാഗത്തേക്ക്, ഇത് മേലെ ഭാഗത്തേക്കാണ് വരുന്നത്, ഏത് ഭാഗത്തേക്കാണ് ഈ നോച്ചിട്ട ഭാഗം വരുന്നെങ്കിൽ ആ ഭാഗത്തെ സ്ലീവ് ആയിരിക്കണം ഇത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ കണ്ടല്ലോ, ആ ഫ്രണ്ട് പോർഷൻ ഈ ഭാഗത്തേക്ക് തന്നെ വന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ സെന്ററിൽ നിന്ന് തന്നെ അടിച്ചു പോവുകയാണ്. അപ്പൊ എപ്പോഴും ഷോൾഡറിന്റെ ഈ ഭാഗം ഇങ്ങോട്ട് കവർ ചെയ്യണം, ബാക്കിലേക്ക് കവർ ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. ഇതേപോലെ 4 ഇഞ്ച് ഒരു പോയിന്റ് വെച്ചിട്ട് അടിച്ചു പോവാണ് കേട്ടോ. അത് അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെ നമ്മൾ രണ്ടും ഒരുമിച്ച് വെക്കുക. ഈ സ്ലീവ് രണ്ടും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. കാരണം കൈ രണ്ടും കയറി ഇറങ്ങരുത്. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട്
ഇനി അടിച്ചു പോവാണ് കേട്ടോ. ഷോൾഡറിന്റെ ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞ് ഇതേപോലെ തന്നെ എപ്പോഴും വെക്കുക. വീണ്ടും ഇതേപോലെ ഒരടി കൂടി കൊടുക്കുകയാണ്. ഒരു സ്ലീവ് അടിച്ചു, ഇനി അടുത്ത സ്ലീവ് ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുകയാണ്. നല്ല വശം ചേർത്ത് വയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നോച്ചസ് എവിടെയാണെന്ന് നോക്കുക. കണ്ടല്ലോ, ഇതിപ്പോ ഈ ഒരു ഭാഗത്താണ് നോച്ച് വന്നിട്ടുള്ളത്. ഇത് ഫ്രണ്ട് പോർഷനോട് മാച്ച് ആയിട്ടിരിക്കണം. സ്ലീവ് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബോഡി പാർട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ബോഡി പാർട്ട് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ അളവുകൾ എടുത്ത് നോക്കുക നമ്മൾ കറക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ അവിടെ നമ്മൾ വെട്ടുമ്പോൾ തന്നെ അളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എനിക്ക് 17.5 ഇഞ്ചാണ്, 17.25 ഒരു പോയിന്റ്, 17.25 ഒരു പോയിന്റ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ പകുതി എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് പോർഷനിൽ കേട്ടോ. ബാക്ക് പോർഷൻ ഇതാണ്, എനിക്ക് ഇവിടെ മാർക്ക് ചെയ്യുക. 17.4.1 എന്ന് പറയുമ്പോൾ 8.4, 8.1 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 8.1 മതി കേട്ടോ ഇവിടെ. പിന്നെ അടിച്ചു വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ വരും നമുക്ക്. ഇനി നമ്മൾക്ക് ഇവിടെ സ്ലീവിന്റെ അപ്പൊ ബാക്ക് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഫ്രണ്ട് പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യണം. ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ പട്ട വെച്ചിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഫ്രണ്ട് പോർഷനിൽ 1/4 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ 1/4 ഇഞ്ച് ഇവിടെ കൂടുതൽ വരണം. അപ്പൊ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഇങ്ങനെ പട്ട വയ്ക്കുക. ഈ പട്ട എവിടെയാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആ ഭാഗത്ത് അത് ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. കണ്ടല്ലോ, ഇവിടെ മാർക്ക് ചെയ്യുക. ബസ്റ്റിന്റെ ഭാഗം ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ ആ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ 10.4 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10.4 ആ 10.4 ഇവിടെ ഇടുക. അതായത് ഈ പട്ട കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച പട്ടയല്ലല്ലോ, അത് നമ്മൾ കൂടുതൽ ഇട്ടിട്ടുള്ള പട്ടയല്ലേ, ആ പട്ട കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. 10.4 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 10.4 മാർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ സ്ലീവിന്റെ പോർഷൻ 6.5 മാർക്ക് ചെയ്യുന്നത്. സ്ലീവിന്റെ പോർഷൻ 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ വെച്ചു കൊടുക്കുക. ഇനി അപ്പൊ ഈ ഭാഗം രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ കൈക്കുഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, എപ്പോഴും അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. ആംഹോളിന്റെ പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരണം രണ്ടും. അതുപോലെ ഇവിടെ രണ്ടും ഇതേപോലെ വെക്കുക, എന്നിട്ട് അടിച്ചു പോവാണ്. ഇനി ഇങ്ങോട്ടാണ് അടിച്ചു വരേണ്ടത്. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. രണ്ട് സീം അലവൻസും ഒരേ രീതിക്ക് തന്നെ വരുന്ന രീതിയിൽ അങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കരുത്, ഒരേ ലെവലിൽ തന്നെ വെച്ചിരിക്കണത്. ഇനി നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ട്, അത് രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇതും ഇതുപോലെ തന്നെ നേരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് അടിച്ചു. ഇനി 2-3 പ്രാവശ്യം നമ്മൾക്കിത് അടിച്ചെടുക്കാം കേട്ടോ.
എന്നിട്ട് ഇവിടെ വരുന്ന ഈ എക്സ്ട്രാ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുക. എന്നിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഒരു ബാൻഡ് കണ്ടില്ലേ, ഈ ബാൻഡ് വരുന്ന ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ പട്ടയോട് ചേർന്നിട്ട് തന്നെ നമ്മൾ വെക്കണം. കണ്ടല്ലോ, ഇത് ഹുക്ക് വെക്കുന്ന പട്ടയാണ്. അപ്പൊ ഇവിടെ 10 ഇഞ്ച് 10.25 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ അത് വരച്ചിട്ടിട്ടുണ്ടെങ്കിലും തന്നെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സെയിം അലവൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അടിക്കണ നേരത്തൊക്കെ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നീറ്റായിട്ട് തന്നെ വരും. ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തതും ഇവിടെ മാർക്ക് ചെയ്തതും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ ഈ മാർക്കിങ്ങും കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ കൈക്കുഴിയുടെ ഭാഗം കയറി ഇറങ്ങാതെ ഇതും കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അടിക്കാൻ സുഖത്തിനായിട്ട് ഇതേപോലെ ടാപ്പ് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഒരു ഭാഗം തൊട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, വളഞ്ഞു പോവാതിരിക്കാൻ. ഇപ്പൊ കണ്ടല്ലോ, ഈ കൈയിന്റെ ഈ ഭാഗം ഇതേപോലെ ഇവിടേക്ക് കയറി ഇറങ്ങാതെ വരണം. കണ്ടല്ലോ, ഇതേപോലെ ഈ രണ്ട് ഭാഗങ്ങളും ഈക്വൽ ആയിട്ട് തന്നെ വരണം. അപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് ബ്ലൗസ് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ ലോക്ക് ചെയ്ത് ഒക്കെ നീറ്റായിട്ട് ഇരിക്കണം കേട്ടോ. നമ്മൾ മറ്റുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ലോക്ക് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെയൊക്കെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഇവിടെ വി ഷേപ്പ് അടിക്കാനുള്ളതൊക്കെ അത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹുക്കെല്ലാം വെച്ച് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ബ്ലൗസിന്റെ പണി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഹെമ്മിങ് ഒക്കെ ചെയ്യണത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.